അമ്മയോടൊപ്പം 22-ാം ദിനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കൊച്ചു കാര്യം മേരി ദ വുമൺ ഓഫ് പ്രേയർ, പ്രാർത്ഥനയുടെ സ്ത്രീയായ പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയം പ്രാർത്ഥനയുടെ ഒരു സ്ത്രീയായിരുന്നു. ശിഷ്യന്മാര് ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ട്. അവർക്ക് വീണ്ടും പുറത്തിറങ്ങി നടക്കാനും യേശുവിനെ പ്രഘോഷിക്കാനും അവർ ശക്തരല്ല. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്: അപ്പോസ്തലന്മാർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചിരുന്നുവെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ആ സമൂഹത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. പ്രിയം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മ പ്രാർത്ഥനയുടെ സ്ത്രീയായിരുന്നുകൊണ്ട് ഇടറിപ്പോയ ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി വീണ്ടും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭ്യമാകുവാനായിട്ട് കാരണക്കാരിയായി തീരുക. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില പ്രതിസന്ധികളൊക്കെ വരും, ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും, സങ്കടങ്ങൾ വരും, പതറിപ്പോയ നിമിഷങ്ങൾ വരും. അവിടെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ആശ്രയിക്കണം. പരിശുദ്ധ കന്യകാമറിയം പഠിപ്പിച്ചിരുന്ന പാഠം ഇതാ: പ്രാർത്ഥനയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവ് കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചാൽ നമുക്ക് അടഞ്ഞുപോയ വഴികളൊക്കെ തുറന്നു കിട്ടും. ചില അപ്രതീക്ഷിതമായിട്ട് ചില ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി, പ്രാർത്ഥനയുടെ മനുഷ്യരായി തീരാനായിട്ട് പരിശുദ്ധ കന്യകാമറിയം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ പലതിനും പോംവഴിയുണ്ട്. അങ്ങനെ പ്രാർത്ഥനയുടെ മനുഷ്യരായി തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃക നമുക്ക് പിഞ്ചെല്ലാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.